നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ റൂളിനെ കുറിച്ചാണ്. വീഡിയോകൾ യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുപാട് പേര് ഇന്ന് വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും, നല്ല വ്യൂ ആണ് ഇങ്ങനെയുള്ള കണ്ടന്റുകൾക്ക്. ഷോർട്ട് വീഡിയോസ് ആയിരിക്കും, ആളുകൾക്ക് എൻഗേജിങ് ആകുന്ന രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം നല്ല രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റും റീച്ചും ആ വീഡിയോകളിലേക്ക് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നല്ലൊരു ശതമാനം ആളുകളുടെയും വീഡിയോകൾ മോണിറ്റൈസ് ആയിരിക്കത്തില്ല. അതിന്റെ കാരണം യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ റൂൾസ് എന്താണെന്ന് അറിയാത്തതും അത് ഫോളോ ചെയ്യാത്തതുമാണ്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ റൂൾസ്, ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് യൂട്യൂബിൽ വെച്ചുള്ളത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വോയിസ് ഓവർ വീഡിയോകൾ മോണിറ്റൈസ് ആകുമെന്നാണ്. ഈ വോയിസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫ്രീ ടൂൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു റോബോട്ടിക് വോയിസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഒരു ഹ്യൂമൻ ടച്ച് ഒട്ടും അതിലുണ്ടായിരിക്കത്തില്ല. ഒരു റോബോട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് വോയിസ് ആയിരിക്കും നമുക്ക് വോയിസ് ഓവറിൽ ഫ്രീ ടൂൾസിലൊക്കെ കിട്ടുന്നത്. പക്ഷേ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഹ്യൂമൻ ടച്ചിൽ തന്നെയുള്ള വോയിസ് ഓവർ നമുക്ക് വീഡിയോസിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കൂടുതൽ ആളുകൾ ഫ്രീ ടൂൾസ് യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ടൈമിൽ എന്താണ് സംഭവിക്കുക? ഒരു ഇമോഷണൽ കണക്ട് ആ ഒരു വോയിസിൽ ഉണ്ടായിരിക്കത്തില്ല. പോസ് ചെയ്യേണ്ടടുത്ത് പോസ് ചെയ്യത്തില്ല, ഒന്നും. അതായത് ടോട്ടലി ഒരു റോബോട്ടിക് വോയിസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വോയിസ് ഓവർ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോണിറ്റൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ടച്ച് ഒക്കെ വരുന്ന രീതിയിലുള്ള വോയിസ് ഓവർ ആണ് വെച്ച് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് വെച്ചുള്ള സ്ക്രിപ്റ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പലരും ചെയ്യുന്ന ഒരു പരിപാടി സെയിം പ്രോംപ്റ്റുകൾ തന്നെ യൂസ് ചെയ്യും. സെയിം പ്രോംപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ചിലർ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ പ്രോംപ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോംപ്റ്റുകളൊക്കെ കിട്ടും. ഈ പ്രോംപ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വേണ്ട ചേഞ്ചസ് കൊടുത്തെന്ന് പറഞ്ഞാലും ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്തവർക്കെല്ലാം കിട്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഏകദേശമൊക്കെ ഒരുപോലെ സെയിം തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ആ ഒരു സെയിം പാറ്റേണിലുള്ള വീഡിയോസ് ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അതേ പാറ്റേണിലുള്ള അതേ സ്ക്രിപ്റ്റിലുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ തെളിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പം നമ്മൾ ChatGPT യൂസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും യുണീക്ക് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. നമുക്ക് എന്താണോ വേണ്ടത് അത് മലയാളത്തിൽ തന്നെ എഴുതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ChatGPT നമുക്ക് ഉണ്ടാക്കി തരും. അപ്പം നമുക്ക് യുണീക്ക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം സ്ക്രിപ്റ്റിംഗിൽ ശ്രദ്ധിക്കുക. അടുത്തത് ഇമേജ് സ്ലൈഡ് ഷോ. അതായത് നമ്മൾ വെച്ചുകൊണ്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യും, ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. വെച്ചുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഫ്രീ ടൂൾസ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു കാരണവശാലും മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം റോബോട്ടിക് വോയിസ് ആയിരിക്കും നമുക്ക് അങ്ങനെ കിട്ടുന്നത്. പിന്നെ പെയ്ഡ് ആയിട്ടുള്ള വോയിസ് ഓവർ ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് മോണിറ്റൈസ് ചെയ്ത് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ആ ഒരു കാര്യം ഇപ്പം നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത് പെയ്ഡ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഹ്യൂമൻ ടച്ച് ഉള്ള വോയിസ് ഒക്കെ വെച്ചിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും മറ്റു കാര്യങ്ങൾ നമ്മൾ വീഡിയോസിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ആ ഒരു കാരണം വെച്ച് നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. മനസ്സിലായി? അപ്പം കുറേ കാര്യങ്ങൾ ഒരേപോലെ നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി വേണം വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്ലൈഡ് ഷോയുടെ കാര്യമാണ്. സ്ലൈഡ് ഷോ പണ്ട് തൊട്ട് യൂട്യൂബിൽ മോണിറ്റൈസ് ആകത്തില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്ലൈഡ് ഷോ മോണിറ്റൈസ് ആകുമായിരുന്നു. പക്ഷേ പോളിസീസ് ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം സ്ലൈഡ് ഷോ വെച്ചിട്ടുള്ള വീഡിയോകൾ മോണിറ്റൈസ് ആകത്തില്ല. ഇനി അതിൽ വോയിസ് ഓവർ ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള വോയിസ് ഓവർ ആണെങ്കിൽ ചിലപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാധ്യത വളരെ കുറവാണ്. സ്ലൈഡ് ഷോയുടെ പുറകെ പോയിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നാലാമതൊരു പ്രശ്നം വരുന്നത്, നമ്മൾ വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുമല്ലോ. അതിന്റെ കൂടെ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇമേജുകളുടെ സോഴ്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതിപ്പം കണ്ടന്റിൽ മാത്രമല്ല, നോർമൽ ഇതുപോലെയുള്ള കണ്ടന്റിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന അതിപ്പം വോയിസ് ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം സോഴ്സ് ഫയൽ എന്താണ്, അതിന്റെ ലൈസൻസ് എന്താണ്, ഈ കാര്യം പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്ത് മാത്രമേ നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്യാവൂ. അല്ല എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് നമ്മുടെ ചാനലിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൂട്ടത്തിൽ ഞാനിതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. ഫ്രീ ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിട്ട് ഈ പറഞ്ഞ പോലെ ഓഡിയോയും വീഡിയോയും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അവരുടെ വീഡിയോയിൽ യൂസ് ചെയ്യും. അവസാനം അത് വലിയ പ്രശ്നത്തിൽ പോയിട്ട് നിൽക്കും. അതുകൊണ്ട് എവിടെ നിന്ന് കണ്ടന്റ് എടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ ലൈസൻസ് നോക്കിയതിന് ശേഷം മാത്രം വീഡിയോയിൽ യൂസ് ചെയ്യുക. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് യൂട്യൂബ് പറയുന്നത് മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഒരു ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് ആയിരിക്കണം. എന്തെങ്കിലും മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ലോ എഫോർട്ട് കണ്ടന്റ്, മാസ് പ്രൊഡ്യൂസർ കണ്ടന്റ് ഒന്നും തന്നെ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ ലോ എഫോർട്ട് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. വെച്ചിട്ട് ഒരു രീതിയിലുള്ള ഹ്യൂമൻ എഫോർട്ടും ഇല്ലാതെ നമ്മൾ എല്ലാം വെച്ച് തന്നെ ഫ്രീ ആയിട്ടുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വീഡിയോകളുണ്ടല്ലോ. അങ്ങനെയുള്ള വീഡിയോകൾ ഒരു കാരണവശാലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതിനുവേണ്ടി എഫോർട്ട് ഇടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി നിങ്ങൾ വെച്ചിട്ട് കണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള റിസർച്ചും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫോർട്ടും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്റ്
ക്രിയേറ്റ് ചെയ്ത് തന്നു, ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നു, അതിനെ വിശ്വസിച്ച് നേരെ അതിൽ വീഡിയോ ചെയ്യാൻ പോകരുത്. നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റിൽ വരുത്താം, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിൽ വരുത്താം. എന്നിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100% വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഇൻഫർമേഷൻ ആണ്. ചിലപ്പം ഗൂഗിളിൽ കിടക്കുന്ന എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതും ഇത് പിക്ക് ചെയ്യും. അതും നമ്മുടെ വീഡിയോയുടെ സ്ക്രിപ്റ്റിലും നമ്മുടെ വീഡിയോയിലുമായിട്ട് നമ്മുടെ ഭാഗത്ത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് കൺഫേം ചെയ്യുക. AI വെച്ചിട്ടുള്ള എന്തൊരു സംഭവമാണെങ്കിലും അത് കൺഫേം ചെയ്യുക. ഇത് ശരിയാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ വീഡിയോ ചെയ്യുക. അടുത്തത് AI മിസ്ലീഡിങ് കണ്ടന്റ് അല്ലെങ്കിൽ ഫേക്ക് കണ്ടന്റ്. ഈ ഫേക്ക് ന്യൂസുകളൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ AI വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം ഒരു കാരണവശാലും കളയില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ കണ്ടന്റുകൾക്ക് ചിലപ്പം കുറച്ച് റീച്ച് കിട്ടിയെന്ന് വരാം, പക്ഷെ അതുകൊണ്ട് ഒരു രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് AI മിസ്ലീഡിങ് കണ്ടന്റും AI ഫേക്ക് കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെടുന്നത്, അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരികയും നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. അടുത്തതായിട്ട് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്, വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് ഒരു വഴിക്ക് പോകും, വോയിസ് ഓവർ ഒരു വഴിക്ക് പോകും, അതിൽ കാണിക്കുന്ന വിഷ്വൽസ് മറ്റൊരു വഴിക്ക് പോകും. മനസ്സിലായോ? ഈ ഒരു പ്രശ്നം പലരും ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യരുത്. കാരണം അതിന്റെ അർത്ഥം ഒരു വാല്യൂ നിങ്ങൾ ആ ഒരു കണ്ടന്റിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫോർട്ട് അതിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പം അതുപോലെ നിങ്ങൾ ചെയ്യാതെ ടോട്ടലി AI മാത്രം ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോകൾ മോണിറ്റൈസ് ആകത്തില്ല. അതായത് നമ്മുടെ വോയിസ് ഓവറും നമ്മളുടെ വിഷ്വൽസും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം പ്രോപ്പറായിട്ട് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോകൾ മാത്രമേ യൂട്യൂബ് മോണിറ്റൈസേഷൻ തരത്തുള്ളൂ. അല്ലാതെ വോയിസ് ഓവർ ഒരു വഴിക്കൂടെ പോകുന്നു, നമ്മൾ കാണിക്കുന്ന വിഷ്വൽ വേറൊരു വഴിക്കൂടെ, അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒരു കാരണവശാലും ഇത് ഉണ്ടാക്കി നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോകളിൽ ഒരു ഹ്യൂമൻ ടച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ വിഷ്വൽസ് എല്ലാം AI വെച്ച് നമ്മൾ ചെയ്തിട്ട് നമുക്ക് വോയിസ് ഓവർ അതിൽ കൊടുക്കാം, നമ്മുടെ സൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ വീഡിയോയിൽ വന്നു, ഒരു വാല്യൂ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തു. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഓവർ ഫുള്ള് എന്താ പറയുക AI വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വിഷ്വൽസ് നമുക്ക് അല്ലാതെ നമ്മൾ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് കൊടുക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വീഡിയോ ആണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഹ്യൂമൻ ടച്ച് കൊടുത്തുകൊണ്ട് വീഡിയോയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ChatGPT കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ചാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ആ സ്ക്രിപ്റ്റിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റിന് വേണ്ടി ChatGPT കൊടുക്കുന്ന ഡേറ്റ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡേറ്റ, കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ട് നമുക്ക് വേണ്ട പ്രോംപ്റ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ChatGPT കൊടുത്തിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ വന്നു, അതൊരു ഹ്യൂമൻ ടച്ച് അതിലേക്ക് വന്നു, അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. മനസ്സിലായി? അപ്പം മൊത്തം കാര്യങ്ങളും AI കേൾപ്പിച്ച് കൊടുക്കാതെ നമ്മളേതായിട്ടുള്ള രീതിയിലുള്ള എഫോർട്ടോട് ഇട്ട് വേണം വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് ചാനൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ വീഡിയോ കൺസിസ്റ്റൻസി എന്ന് പറയും. നമ്മൾ ഇപ്പോൾ ഒരു 10-20 വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തു, മൊത്തം വീഡിയോസ് ആണ്. ഇതിൽ ഒരു 3-4 വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. യൂട്യൂബിന്റെ മോണിറ്റൈസേഷന്റെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പോളിസീസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടിട്ടു. ബാക്കി ഒരു 10-17 വീഡിയോസ് നമ്മൾ തോന്നിയ രീതിയിൽ ഏതെങ്കിലും ഫ്രീ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഒരു കേസിൽ മോണിറ്റൈസേഷന്റെ ഈ ഒരു വാച്ച് അവറും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആകത്തില്ല. കാരണം 3 വീഡിയോസ് ഉള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. ബാക്കി വീഡിയോസൂടെ ആ ഒരു പോളിസീസ് എല്ലാം ഫോളോ ചെയ്തെങ്കിലേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അപ്പം എഫോർട്ട് എടുത്ത് വീഡിയോസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും അത് ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ, ഹ്യൂമൻ ടച്ച് ഉള്ള കണ്ടന്റുകൾ, നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റുകളായിരിക്കണം നമ്മൾ AI വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ AI എല്ലാ പണിയും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ AI കൊണ്ട് മാത്രം പണിയെടുപ്പിച്ചിട്ട് അങ്ങനെയുള്ള കണ്ടന്റുകൾ യൂട്യൂബ് പെട്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള കണ്ടന്റുകളെ ലോ എഫോർട്ട് കണ്ടന്റ് ആയിട്ട് കണക്കാക്കി മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടേർഡ് കണ്ടന്റ്. അതായത് നമ്മളെ വീഡിയോയിൽ അൾട്ടേർഡ് കണ്ടന്റ് വെച്ചിട്ടുള്ള കണ്ടന്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് നമ്മളെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽസിൽ കാണും. അത് നമ്മൾ എനേബിൾ ചെയ്തിരിക്കണം. അത് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് അൾട്ടേർഡ് കണ്ടന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് നോ കൊടുത്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷനിൽ ഫ്യൂച്ചറിൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അൾട്ടേർഡ് കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ എൻഡ് സ്ക്രീനിലോ ഐ ബട്ടണിലോ ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അൾട്ടേർഡ് കണ്ടന്റ് എന്നും എങ്ങനെയാണ് ഈ ഒരു അൾട്ടേർഡ് കണ്ടന്റ് എനേബിൾ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലൂടെ മോണിറ്റൈസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വീഡിയോകൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും കുറച്ചുകൂടി ഈസി ആയിട്ടും ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാനുമായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ആണ് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.